അവർ നമ്മളുടെ കൂടെ ചേർന്ന് നിൽക്കണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മളുടെ അരികു പറ്റി ജീവിക്കണമെങ്കിൽ അവരുടെ നന്മകൾ നമ്മൾ സ്പ്രെഡ് ചെയ്യുമ്പോഴാണ് നല്ല പുഷ്ടിയോടുകൂടി, നല്ല പച്ചപ്പോടുകൂടി കായ്ഫലങ്ങൾ തരുന്ന ഒരു 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 സലഫി. നമ്മൾ നമ്മുടെ ശ്രോതാക്കളുമായിട്ട് ഒരു ചെറിയ ഒരു പാരൻറ്റിങ് ടിപ്സ് പങ്കുവെക്കുകയാണ്. അതായത് പുസ്തകത്തിൽ വായിച്ച ഒരു ഭാഗമാണ്. അപ്പോൾ അതിൻ്റെ ഹെഡിങ് ഇങ്ങനെയാണ്: പാഴ്മരങ്ങൾ കഥ പറയുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ താഴെ കുറിച്ചു വെച്ച ഒരു ഭാഗം അത് ഉപകാരപ്പെടും എന്നുള്ളത് കൊണ്ട് നമ്മുടെ ശ്രോതാക്കളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. സാധാരണഗതിയിൽ ചില പേരൻസുമായി നമ്മൾ സംസാരിച്ചു തുടങ്ങിയാൽ, മാനസികമായി അടുപ്പമുള്ളവരാണെങ്കിൽ അവരുടെ ഫാമിലി മാറ്ററുകളൊക്കെ ചോദിക്കുന്ന സമയത്ത് അവർ പങ്കുവെക്കുക മക്കളെക്കുറിച്ചുള്ള ആധിയാണ്. മിക്കവാറും ആളുകൾ പറയും, ഞാൻ പറഞ്ഞൊന്നും കേൾക്കില്ല, എന്തു പറഞ്ഞാലും അങ്ങോട്ട് തിരിച്ചു പറയും, അപ്പോൾ അത് വല്ലാത്തൊരു വിഷമം ഉണ്ടാക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് എപ്പോഴും ആകുലതകളാണ് പങ്കുവെക്കാറുള്ളത്. അപ്പോൾ ഒരു വ്യൂവിലൂടെ നോക്കുമ്പോൾ അത് ശരിയാണ് താനും. ഏത് മക്കളാണ് ഏത് രക്ഷിതാക്കളാണ് തങ്ങളുടെ മക്കൾ നല്ലവരായി തീരാൻ ആഗ്രഹിക്കാത്തത്? അപ്പോൾ മക്കൾ നല്ലവരായി ഇങ്ങോട്ട് വരുന്നില്ല എന്ന് കാണുമ്പോൾ പിന്നെ എന്തു ചെയ്യാണ്? അവരെ കയറി അറ്റാക്ക് ചെയ്യണം. അതൊരു സ്വാഭാവിക ഒരു പ്രതികരണം കൂടിയാണ്. അപ്പോൾ നമ്മളുടെയൊക്കെ വീടകങ്ങളിൽ നിത്യസംഭവമായി നമ്മൾ കാണുന്ന ഒരു കാര്യം. അപ്പോൾ ഈ പുസ്തകത്തിൽ പങ്കുവച്ച ഒരു അനുഭവമാണ്. ഒരു പാഴ്മരം, പിന്നെ ഒരു ഒരു പേരക്കമരം, രണ്ട് മരങ്ങൾ ഒരു വീട്ടിൽ നട്ടു വളർത്തുന്നു. ഒന്ന് പാഴ്മരം, ഒന്ന് പേരമരം. അപ്പോൾ അത് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. ഈ രണ്ട് മരങ്ങളുണ്ട്. അപ്പോൾ ഇനി നമ്മൾ യാഥാർത്ഥ്യത്തിലേക്ക് വരിക. നമ്മുടെ മക്കളെ നമ്മൾ എന്ത് ചെയ്യണം? മക്കളെക്കുറിച്ച് പറയുമ്പോൾ അങ്ങനെയല്ലടാ, നിസ്കരിച്ചോ, ഞാൻ എന്ത് പറഞ്ഞാലും കേൾക്കില്ലല്ലോ, നീ കളിക്കാൻ പോയിട്ട് എപ്പോഴാടാ തിരിച്ചു വരുന്നത്, നീ ആ പാഠം പഠിച്ചോ, ആ ടീച്ചർ എന്നെ ഫോൺ വിളിച്ചിരുന്നു, നീ അവിടെ ക്ലാസ്സിൽ അനുസരണയില്ല എന്ന് പറയുന്നു, ആ കൂട്ടുകാരോടൊപ്പം എന്നോട് ചേരണ്ടെന്ന് പറഞ്ഞില്ലേ, നീ അവൻ്റെ കൂടെ അല്ലേ നടക്കുന്നത്, അരുത് എന്നുള്ള വാക്കുകൾ ഇങ്ങനെ കുറേ മക്കളായിട്ട് പറയും. അപ്പം അദ്ദേഹം ഈ അരുതുകളെ എന്തിനോടാണ് ഉപമിക്കുന്നത്? നമ്മൾ വെള്ളം കൊണ്ടുപോയിട്ട് ഈ പാഴ്മരത്തിന് ഒഴിച്ചു കൊടുക്കുന്നതിനോടാണ് തുല്യപ്പെടുത്തുന്നത്. നമ്മുടെ മക്കളോട് അരുത് പറയുന്നതൊക്കെയും പാഴ്മരത്തിന് ആ അരുത് പറയുമ്പോൾ ഒരു തുള്ളി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു. പിന്നെ അരുത് എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യുന്നു? ഈ പാഴ്മരത്തിന് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു. ശരിക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടുന്ന ആളാരാണ്? പേരമരം. അതിനൊരു തുള്ളി വെള്ളം കിട്ടുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യുന്നു? അരുതുകൾ പറയുമ്പോഴൊക്കെയും ഈ പാഴ്മരം ഇങ്ങനെ വെള്ളം കിട്ടി ഇങ്ങനെ ഉഷാറായി ആളിങ്ങനെ പൊളച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹം പറയുന്ന ഒരു കാര്യം, നമ്മൾ നമ്മുടെ ഒരു കുട്ടിയുടെ ഒരു നന്മ പറയാം. ഇന്ന് മുൻ്റെ മോൻ നിസ്കരിച്ചല്ലോ, ഇന്ന് നേരത്തെ വന്നല്ലോ, ഇന്ന് എല്ലാം പഠിക്കാനുള്ളതൊക്കെ സംഗതികളൊക്കെ അവൻ തന്നെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ, അവൻ്റെ ബാഗ് ഉഷാറാണല്ലോ, ഇന്ന് കാണാൻ എന്ത് ഭംഗിയുണ്ട്, യൂണിഫോം ഇട്ടാൽ എൻ്റെ കുട്ടി ഒരു പ്രത്യേക ഒരു വൈബാണ്, ഞാനൊക്കെ കൊണ്ടുവന്ന് വെച്ച ഭക്ഷണമൊക്കെ കഴിച്ചിട്ടുണ്ടല്ലോ, ഇന്ന് 3 ഗ്ലാസ് വെള്ളം കുടിച്ചോ, മാഷാ അല്ലാ എന്ത് ഉഷാറാണ്, ഇന്ന് ടീച്ചർ ഫോൺ വിളിച്ചിരുന്നു, നീ നല്ലൊരു പാട്ട് പാടി ഇത്രേ ക്ലാസ്സിൽ, നല്ല പാട്ട് പാടും, ഉമ്മാക്കൊരു പാട്ട് പാടിത്തരുമോ. അപ്പോൾ ഇങ്ങനെ നന്മകൾ പറയുന്നതൊക്കെ ഈ പേരമരത്തിനാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇനിയാണ് അതിൻ്റെ ഒരു ഹുലാസ വബിൽ ജുംല നമ്മുടെ രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ ഒഴിക്കുന്ന വെള്ളം പാഴ്മരത്തിനാണോ പേരമരത്തിനാണോ കൂടുതൽ വരുന്നത്? ഇതാണ് ചോദ്യം. അപ്പോൾ നമ്മളുടെ മക്കളുടെ നെഗറ്റീവുകളില്ലാത്ത ആളുകളുണ്ടാകുമോ? നെഗറ്റീവുകൾ ആരും ഇഷ്ടപ്പെടുന്നില്ല, ആരും കേൾക്കാനും ഇഷ്ടപ്പെടുന്നില്ല, വിമർശനങ്ങളും ആരും ഇഷ്ടപ്പെടുന്നില്ല, അല്ലെങ്കിൽ എൻ്റെ ന്യൂനതകൾ നോക്കിയെടുക്കുന്നത് ഞാൻ എന്തായാലും ഇഷ്ടപ്പെടുന്നില്ല. ഇതുപോലെ നമ്മുടെ മക്കളും ആഗ്രഹിക്കുന്നു. അവരുടെ വളർച്ചയുടെ നിർണായക ഘട്ടത്തിൽ അവർ നമ്മളുടെ കൂടെ ചേർന്ന് നിൽക്കണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മളുടെ അരികു പറ്റി ജീവിക്കണമെങ്കിൽ അവരുടെ നന്മകൾ നമ്മൾ സ്പ്രെഡ് ചെയ്യുമ്പോഴാണ് നല്ല പുഷ്ടിയോടുകൂടി, നല്ല പച്ചപ്പോടുകൂടി കായ്ഫലങ്ങൾ തരുന്ന ഒരു ചെടിയായിട്ട് അവർ മാറുക. ശരിക്കും ഇതിലെ ആ ഒരു ഉദാഹരണം വളരെ മനോഹരമാണ്. കാരണം ഈ പാഴ്മരം ഇങ്ങനെ വളരും, ആ പാഴ്മരത്തിൻ്റെ അതേ സത്തോടുകൂടി, അതേ കാരണം എന്താണ്, നമ്മൾ ആ കുട്ടിയോട് അല്ലെങ്കിൽ ആ പാഴ്മരത്തിന് ഇങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് പോലെ കുട്ടിയും വളരും ആ കുട്ടിയുടെ അതേ സത്തോടു കൂടി, അഥവാ കുട്ടിയുടെ ഈ അരുതായ്മകളോട്. അപ്പോൾ നമ്മൾ കുട്ടികളിൽ അവരുടെ ജീവിതത്തിൽ അരുതായ്മകൾ നമ്മുടെ മനസ്സിൽ പ്രയാസമുള്ളത് സംഭവിക്കുകയാണെങ്കിൽ അവർ നമ്മൾ പോസിറ്റീവ് പറഞ്ഞ് കൂടുതൽ അവരിലെ തിന്മകൾ ഇങ്ങനെ പറഞ്ഞ് അവരെങ്ങനെ പ്രയാസപ്പെടുത്താതെ
അങ്ങനെ പ്രയാസപ്പെടും തോറും അവർ ആ തിന്മകളുമായാണ് അല്ലെങ്കിൽ ആ കൊള്ളരുതായ്മകളുമായാണ് അവർ വളരുന്നത് എന്നാണ്. അതെ പാഴ്മരം വളരുന്നത് പോലെ. അതെ. അതോടൊപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇനി നമ്മളിലേക്കൊന്ന് കണ്ണാടി തിരിച്ചു വയ്ക്കുക. നമ്മളിതിൽ ഏതാ ഇഷ്ടപ്പെടുക? ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ സാധാരണ പറയാറില്ല, ഒരു ഗ്ലാസ് പൊട്ടി അടുക്കളയിൽ നിന്ന്. അപ്പോൾ ഭർത്താവ് നമ്മളോട് നന്നായിട്ട് ഷൗട്ട് ചെയ്തു. ഇപ്പം നമ്മുടെ കേൾക്കുന്ന ശ്രോതാക്കൾ ഭൂരിഭാഗം അടുക്കളയുടെ ഒരു തിരക്കിലായതുകൊണ്ട് ഞാൻ അവരൊരു ഉദാഹരിച്ചു എന്ന് ഒരർത്ഥം. അല്ലെങ്കിൽ ഒരു ഭരണി, ഭർത്താവ് അല്ലെങ്കിൽ ഒരു കൂജ വാങ്ങിക്കൊണ്ടുവന്നു, അച്ചാറിടാൻ വേണ്ടി നല്ലൊരു കൂജ വാങ്ങിക്കൊണ്ടുവന്നു, മണ്ണിൻ്റെ കൂജ വാങ്ങിക്കൊണ്ടുവന്നു. അപ്പോൾ കുറേ നാളായി പിന്നാലെ നടന്ന് കിട്ടിയൊരു കൂജയാണ്. എന്നിട്ട് എന്ത് ചെയ്തു? അത് രാത്രി കിടക്കുമ്പോഴാണ് അത് കൊണ്ടുവന്നത്. പിറ്റേന്ന് രാവിലെ ആകുമ്പോഴേക്കും നമ്മളെ കൈ തട്ടിയത് താഴെ വീണു. അപ്പോൾ അതിൽ നമ്മൾ നമ്മളെ ഭർത്താവ് നമ്മളെ ടോർച്ചർ ചെയ്ത് സംസാരിക്കണം, ഒരു കാര്യം ഞാൻ എത്ര പ്രയാസപ്പെട്ടിട്ടാണ് കൊണ്ടുവന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു വാക്ക് കേൾക്കുന്ന നമ്മുടെ ഒരു മനോഗതി ആലോചിച്ച് നോക്കൂ. ഈ ഒരു വ്യൂവിൽ നിന്നുകൊണ്ട് നമ്മുടെ മക്കളെ ആ ഒരു രൂപത്തിൽ ചിന്തിച്ചു നോക്കണം എന്നുള്ളതാണ് ഇന്നത്തെ ഈ ഒരു ചിന്താ പ്രഭാതത്തിൽ പങ്കുവെക്കാനുള്ളത്. വളരെ മനോഹരമായ ഒരു അർത്ഥഗർഭമായ നല്ല ഒരു നമുക്ക് ചിന്ത നൽകുന്ന വാക്കുകളാണ് ബഹുമാന്യനായ ഹസൻ അൻസാരി നൽകുന്നത്. നമ്മുടെ മക്കളെ എത്രത്തോളം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ചേർത്ത് പിടിക്കണം. അവർ എന്തായാലും വളരും. നമ്മൾ അവരുടെ നെഗറ്റീവ് പറഞ്ഞാലും പോസിറ്റീവുകൾ പറഞ്ഞാലും അവർ വളരും. പക്ഷെ അവരുടെ വളർച്ച നമ്മുടെ പോസിറ്റീവുകളോടൊപ്പമാകണം. അവർക്ക് മനസ്സമാധാനം കിട്ടുന്ന അല്ലെങ്കിൽ സന്തോഷം പകരുന്ന നമ്മുടെ ഏറ്റവും നല്ല വാക്കുകളോടൊപ്പമായിരിക്കണം അവരുടെ വളർച്ച എന്ന ഒരു മനോഹരമായ ചിന്തയാണ് ഇന്ന് നമ്മൾ നൽകിയത്.